ഭാരതത്തിന്റെ സൈനിക കരുത്തിന് ശക്തി പകർന്ന് 2.38 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ കരാർ. കര, വ്യോമ, നാവിക സേനകൾക്ക് ഉപകാരപ്രദമാകുന്ന കരാറിനാണ് കേന്ദ്രം അനുമതി നൽകിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് കരാറിന് അനുമതി നൽകിയത്. S-400 പ്രതിരോധ സംവിധാനവും സുഖോയ് വിമാനങ്ങളുടെ ഘടകങ്ങളും ഉൾപ്പെടെ നിരവധി സംവിധാനങ്ങൾ വാങ്ങാനാണ് അനുമതി നൽകിയത്. തത്സമയ വ്യോമ പ്രതിരോധ നിയന്ത്രണം സാധ്യമാകുന്ന എയർ ഡിഫൻസ് ട്രാക്ക് സിസ്റ്റം, ശത്രുവിന്റെ കവചിത ടാങ്കുകളെ തകർക്കുന്ന ആർമേഡ് പിയേഴ്സിംഗ് ടാങ്ക് തുടങ്ങിയവയാണ് പ്രതിരോധ മന്ത്രാലയം വാങ്ങുന്നത്. വ്യോമസേനയ്ക്കായി ട്രാൻസ്പോർട്ട് വിമാനം, രഹസ്യ നീക്കത്തിലൂടെ വ്യോമ പ്രതിരോധം ഉറപ്പാക്കുന്ന വിമാനങ്ങളുടെ സേവന കാലാവധി വർദ്ധിപ്പിക്കുന്നതിനായി സുഖോയ് വിമാനങ്ങളുടെ എൻജിൻ നവീകരണത്തിനും തീരുമാനമായിട്ടുണ്ട്. വിവിധ ദൗത്യങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന വാഹനങ്ങളാണ് കോസ്റ്റ് ഗാർഡിനായി വാങ്ങുക. ഹെവി ഡ്യൂട്ടി എയർ കുഷൻ വെഹിക്കിളുകൾക്ക് അംഗീകാരം നൽകി. അതിവേഗ പട്രോളിംഗ്, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, ലോജിസ്റ്റിക്സ് എന്നിവയ്ക്ക് ഇത് കരുത്തു പകരും. നടപ്പ് സാമ്പത്തിക വർഷം 6.73 ലക്ഷം കോടി രൂപയുടെ 55 ആയുധ ഇടപാടുകൾക്കാണ് DAC അനുമതി നൽകിയത്. 503 ആയുധ ഇടപാടുകൾക്കായി 2.28 ലക്ഷം കോടി രൂപയുടെ മൂലധന സംഭരണ കരാറിലും കേന്ദ്രം ഒപ്പുവെച്ചു. ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തുകൂട്ടുന്നതിൽ കരാർ പ്രധാന പങ്ക് വഹിക്കുമെന്ന് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക്, ജനം.